തൊഴിലാളി മണ്ഡലം. തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് കമ്പനി സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന സന്ദീപ് ജയചന്ദ്രനുമായുള്ള അഭിമുഖം. എല്ലാ പ്രിയപ്പെട്ടവർക്കും തൊഴിലാളി മണ്ഡലത്തിന്റെ ഈ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറിയായ സന്ദീപ് ജയചന്ദ്രനാണ്. നമസ്കാരം സർ. നമസ്കാരം. പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നന്ദി. എനിക്ക് തോന്നുന്നു സംരംഭകത്വം അല്ലെ, ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ പറ്റി ശ്രോതാക്കൾക്ക് കൂടുതൽ അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു അധ്യായം തന്നെയാവും ഇതെന്ന് നമുക്ക് കരുതാം. സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിക്കാൻ സ്വീകരിക്കേണ്ട പ്രധാന സ്റ്റെപ്സ് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സ്വന്തമായിട്ടൊരു ബിസിനസ് ഐഡിയ എനിക്കുണ്ട്, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ബിസിനസ്സിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിന്റെ ഒരു അടിത്തറ കെട്ടുറപ്പുള്ളതാക്കുക. അടിത്തറ കെട്ടുറപ്പുള്ളതാക്കുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു ബിസിനസ്സിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഘടന തിരഞ്ഞെടുക്കണം. ഘടന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സുകൾ പലതരത്തിലുണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനി, 1 പേഴ്സൺ കമ്പനി, പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ഇങ്ങനെ ഓരോ ഘടനയിലുള്ള ബിസിനസ് രീതികൾക്കും ഓരോ തരത്തിലുള്ള കംപ്ലയൻസസ്, അതായത് നിയമപരമായിട്ട് പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ ബിസിനസ്സിൻ്റെ ഒരു ഘടന തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ എന്നുള്ളത്, നമ്മുടെ ബിസിനസ്സിൽ ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കൂടെ എത്ര പേരുണ്ട്? ഒറ്റയ്ക്കാണോ ബിസിനസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ഉണ്ടോ? ഇപ്പം ഒറ്റയ്ക്കാണ് ഒരാൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ പറഞ്ഞ ഘടനകളിൽ ഒരു പ്രൊപ്പറേറ്റർഷിപ്പോ അല്ലെങ്കിൽ ഒരു 1 പേഴ്സൺ കമ്പനിയോ അങ്ങനെയുള്ള ഒരു ഘടനയിൽ അയാൾക്ക് ബിസിനസ് ചെയ്യാം. അതല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് പുള്ളിയുടെ കൂടെ ബിസിനസ് ചെയ്യാൻ, അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പോ അതേപോലെയുള്ള ഒരു സ്ട്രക്ചറുകൾ സ്വീകരിക്കാം. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയാണ്, അതേപോലെ ഓണർഷിപ്പ് ഷെയർസിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ്, ഇതെല്ലാം ആദ്യമേ തന്നെ നിശ്ചയിച്ച് അതിലൊരു ക്ലാരിറ്റി വരുത്തണം. നമ്മൾ ആദ്യമേ ഈ ഒരു കാര്യത്തിൽ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ അത് ഭാവിയിൽ ഒരു തർക്കത്തിലോട്ട് പോകും. ആദ്യം പറഞ്ഞതുപോലെ ബിസിനസ്സുകൾ അതിൻ്റെ ഒരു ഘടന എന്നുള്ള പലതരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഏത് ഘടന തിരഞ്ഞെടുക്കുന്നതിന് മുമ്പും അതിന് ഓരോ ബിസിനസ്സിൻ്റെ ഘടനയ്ക്കും കംപ്ലയൻസ് കോസ്റ്റ് വ്യത്യാസമാണ്. അതായത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ വർഷം തോറും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത്രയും ബോർഡ് മീറ്റിങ്ങുകൾ കൂടണം, കമ്പനിയുടെ ഓഡിറ്റ് നിർബന്ധമായിട്ട് ചെയ്യണം, എത്ര വിറ്റുവരവ്, ഇപ്പോൾ വിറ്റുവരവ് 0 ആണെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് നിർബന്ധമായിട്ടും ഓഡിറ്റ് ചെയ്യണം. അതേപോലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിർബന്ധമായിട്ടും ഫയൽ ചെയ്യേണ്ട ഫയലിങ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള കംപ്ലയൻസസ് ഒക്കെ ഒരു നോർമൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കൂടുതലാണ്. അതിനനുപാതികമായിട്ട് ചെലവുകളും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കൂടുതലായിരിക്കും. എന്നാൽ ഒരു പ്രൊപ്പറേറ്റർഷിപ്പോ ഒരു നോർമൽ പാർട്ണർഷിപ്പോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള കംപ്ലയൻസ് കോസ്റ്റുകളും കുറവാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ഒരു ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ തിരഞ്ഞെടുക്കുമ്പം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു കംപ്ലയൻസ് കോസ്റ്റും കൂടെ മനസ്സിലുണ്ടായിരിക്കണം. സർ, അതുപോലെ കേരളത്തിലെ സംരംഭകർ സാധാരണ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് സാറിന് തോന്നിയിട്ടുള്ളത്? അത് നമുക്ക് എങ്ങനെ മറികടക്കാം? പൊതുവെ കേരളത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെക്കുറിച്ചുള്ള തെറ്റായ ധാരണ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പെർസെപ്ഷൻ ഉണ്ട്. അതായത് ബിസിനസ് ചെയ്യുന്നവരെല്ലാം മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ അവർ ലാഭം മാത്രം ഉദ്ദേശിച്ച് മറ്റുള്ളവരെ എങ്ങനെയും ദ്രോഹിച്ച് പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവരാണോ? ഇങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് പൊതുവെ ഒരു സമൂഹത്തിലുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു കാഴ്ചപ്പാട് ഇതൊരു സോഷ്യൽ സ്റ്റിഗ്മയാണ്. ഇതെന്നുള്ളത് ജെന്യുവനായിട്ട് ബിസിനസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ചെറുപ്പക്കാരെ പോലും ഇത് പിന്നോട്ട് വലിക്കും. ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്നുള്ളത്, പൊതുവെ കേരളത്തിലൊന്നോ അത് ഇന്ത്യയിൽ തന്നെയാണെങ്കിലോ മിക്കവർക്കും ഒരു ജോലി നേടാനാണ് താല്പര്യം. പക്ഷെ ഒരു തൊഴിൽ ദാതാവുക അല്ലെങ്കിൽ ഒരു എംപ്ലോയർ ആവുക ഇത് കുറച്ചുകൂടി ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷേ നമ്മളൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുക, ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഇതിൻ്റെ ഒരു വളർച്ച കാണുക, ഒരു സമൂഹത്തിലൊരു മൂല്യം ഉണ്ടാക്കാൻ പറ്റുക, മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാൻ പറ്റുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളൊരു ആത്മസംതൃപ്തി എന്നുള്ളത് വളരെ വലുതാണ്. കേരളത്തിലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോലെ ഒരു ബാരൻ ലാൻഡ്സിലെ നമ്മുടെ ഒരു ഭൂപ്രകൃതി കാരണം നമുക്ക് ഒരുപാട് അങ്ങനെ ഭൂമി ഇല്ലാത്തത് കൊണ്ട് തന്നെ കേരളത്തിൽ കുറച്ചുകൂടെ അനുയോജ്യമായിട്ടുള്ള ഒരു ബിസിനസ് എന്നുള്ളത് ടൂറിസം മേഖലയിലുള്ള ബിസിനസ്, സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള IT ഫീൽഡ്, കൺസൾട്ടിങ്, അതേപോലെ ഹെൽത്ത് കെയർ, ഇങ്ങനെയൊക്കെയുള്ള ബിസിനസ്സുകളാണ് ഒരു കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതിക്കും സ്ട്രക്ചറിനും അനുസരിച്ച് കുറച്ചുകൂടെ അനുയോജ്യമായിട്ടിരിക്കുന്നത്. കുറച്ച് നാൾ മുമ്പ് വരെ ഈ കേരളത്തിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർ, കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരുപാട് കംപ്ലയൻസസ് വരുമ്പം പല പല ബോഡീസ്, ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, കോർപ്പറേഷൻ, അങ്ങനെ പല പല ബോഡീസിലുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ അവർക്ക് ഈ ഒരു കംപ്ലയൻസ് കുഴക്കിയിരുന്നു.
ഈ ഒരു കാര്യത്തിൽ തന്നെ കേരളത്തിൽ ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റമായിട്ട് ഒരു കെ സ്വിഫ്റ്റ് എന്നുള്ള ഒരു പോർട്ടൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നിയമപരമായിട്ട് പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം സിംഗിൾ വിൻഡോയിലൂടെ ഇപ്പം ആ ഒരു ക്ലിയറൻസ് എടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഇപ്പോൾ കുറഞ്ഞു വരുന്നു എന്ന് തന്നെ കരുതാം അല്ലേ, മുൻകാലത്തിനേക്കാൾ? തീർച്ചയായും ഒരു 10 വർഷത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബിസിനസ് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി കുറെ കൂടെ സുഗമമാണ്. എനിക്ക് വളരെ ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇത് അങ്ങോട്ട് പോകും തോറും ഈ ഒരു എക്കോസിസ്റ്റവും ഒരു എൻവയോൺമെൻറ്റും കൂടുതൽ നന്നാവത്തേ ഉള്ളൂ. പിന്നെ സർക്കാർ പദ്ധതികൾ, അതുപോലെ ഇൻക്യുബേറ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഹബ്ബുകൾ പോലുള്ള കാര്യങ്ങൾ കേരളത്തിൽ സംരംഭക ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഒരു ഐഡിയ ആയിട്ട് വരുന്ന ഒരു സംരംഭകനെ എങ്ങനെയാണ് ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്? കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെയൊക്കെ ഈ ഒരു കാര്യങ്ങൾ നോക്കുന്ന ഒരു മെയിൻ നോഡൽ ഏജൻസിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. വളരെയധികം നല്ല പ്രവർത്തനങ്ങളാണ് അവർ കുറേ നാളുകളായി കാഴ്ചവെക്കുന്നത്. ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിൽ തന്നെ 40ഓളം ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 10 ലക്ഷം സ്ക്വയർ ഫീറ്റോളം അവർ സ്റ്റാർട്ടപ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റാർട്ടപ്പ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള 4000-ലധികം സംരംഭങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിലുള്ള ഇൻക്യുബേറ്റേഴ്സ് അവരൊരു മെൻറ്റർഷിപ്പ് മാത്രമല്ല ഈ സ്റ്റാർട്ടപ്പുകൾക്ക് കൊടുക്കുന്നത്. അവർക്കൊരു ഗൈഡൻസ്, ഫണ്ടിങ്ങിനുള്ള ഉപദേശങ്ങൾ, അതേപോലെ ഇൻവെസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിലുള്ള ഈ ഇൻക്യുബേറ്റേഴ്സ് വളരെ ആക്റ്റീവായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിൽ ഫാബ് ലാബ് എന്ന പേരുള്ള ഒരു വളരെ അത്യാധുനിക ടെക്നോളജിയുള്ള ഒരു ഫാബ്രിക്കേഷൻ ലാബ്സ് ഉണ്ട്. ഇവിടെ തന്നെ സ്റ്റാർട്ടപ്സിന് അവരുടെ പ്രോഡക്ട്സ് ബിൽഡ് ചെയ്യുകയും അത് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. അതേപോലെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം കാണുന്നത് അവർ കുറച്ചുകൂടെ ഇൻക്ലൂസീവാണ്. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട സംരംഭകരെയൊക്കെ സഹായിക്കാനായിട്ട് അതിനായിട്ടൊരു സെപ്പറേറ്റ് ഇൻക്യുബേറ്റർ തിരുവനന്തപുരം മണ്ണന്തലയിലുണ്ട്. അതിൻ്റെ പേര് സ്റ്റാർട്ടപ്പ് ഡ്രീംസ് ഇൻക്യുബേറ്റർ എന്നാണ്. അതേപോലെ തന്നെ ഈ സർക്കാർ തലത്തിലുള്ള വേറൊരു സഹായം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി 50 കോടി വരെയുള്ള ലോണുകൾക്കൊക്കെ വളരെ ചെറിയ പലിശ നിരക്കിൽ സ്റ്റാർട്ടപ്സിന് കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ കൊടുക്കുന്ന മിക്ക ലോണ് പല ഫെസിലിറ്റികൾക്കും 3 വർഷം വരെ മൊറട്ടോറിയം ഉണ്ട്. ചീഫ് മിനിസ്റ്റേഴ്സ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ള ഒരു പരിപാടി വഴി 2 കോടി വരെ ലോൺ 5% പലിശയ്ക്കും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞതെല്ലാം കേരള ഗവൺമെൻറ് നൽകുന്ന സ്റ്റാർട്ടപ്സിന് നൽകുന്ന സ്കീമുകളാണ്. ഇതല്ലാതെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റേതും ആയിട്ടുള്ള ഒരുപാട് സ്കീമുകളും ഗ്രാൻറ്റുകളുമുണ്ട്. അതിൽ പെട്ടെന്ന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സ്കീം എന്നുള്ളത് CGTMSE എന്നുള്ള ഒരു ഫെസിലിറ്റി വഴിയുള്ള ലോണാണ്. ഈ ഒരു ഫെസിലിറ്റി വഴി ലോൺ കൊടുക്കുകയാണെങ്കിൽ 5 കോടി വരെ ഒരു ഈടും ഇല്ലാതെ സ്റ്റാർട്ടപ്സിനും അതേപോലെ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനും ലോൺ കൊടുക്കുന്നുണ്ട്. കേരളത്തിലൊരു സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്യുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിയമപരമായ നടപടികൾ എന്തൊക്കെയാണ് സർ? ഈ പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തം എന്നുള്ളത്, ആദ്യമേ സ്റ്റാർട്ടപ്പായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. ആദ്യം തന്നെ നമ്മുടെ ബിസിനസ്സിന് ഒരു ഘടന നിശ്ചയിക്കണം. ആ ഒരു ഘടന പ്രൈവറ്റ് ലിമിറ്റഡോ 1% കമ്പനിയോ പാർട്ണർഷിപ്പോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പോ ആയിരിക്കാം. ഈ ഒരു ഘടന നിശ്ചയിച്ച് അതിനൊരു രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം വേണം സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ എടുക്കാൻ. ഈ സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ എടുക്കാൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ പോർട്ടലിൽ കയറണം. ആ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ പോർട്ടലിൽ ഈ നമ്മുടെ സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പാൻ, ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു റൈറ്റപ്പ്, ബിസിനസ്സിൻ്റെ വെബ്സൈറ്റ്, ലോഗോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, എല്ലാ സ്ഥാപനങ്ങളും ശരിക്കും സ്റ്റാർട്ടപ്പ് ആവാൻ എലിജിബിലിറ്റി ഉള്ളതല്ല. സ്റ്റാർട്ടപ്പ് ആവാനുള്ള ഒരു എലിജിബിലിറ്റി വരുന്നതെന്നുള്ളത് ആ ഒരു സ്ഥാപനത്തിൻ്റെ ഘടന ഒന്നെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആവണം, അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ് ആവണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു LLP ആവണം. അതേപോലെ ഈ സ്ഥാപനം ഒരു 10 വർഷത്തിനകത്തായിരിക്കണം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടേൺ ഓവർ എന്നുള്ളത് 100 കോടിയിൽ താഴെ ആവാൻ പാടുള്ളൂ. ഒരു ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു ബിസിനസ് മോഡലോ ആയിരിക്കണം. ഈ ബിസിനസ് സ്കെയിൽ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു ബിസിനസ്സും ആയിരിക്കണം. ഈ ഒരു മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ശരിക്കും ഒരു സ്റ്റാർട്ടപ്പായി റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. സ്റ്റാർട്ടപ്പായിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്താലുള്ള അതിൻ്റെ ഒരു ഗുണങ്ങൾ എന്നുള്ളത് 3 വർഷത്തേക്ക് ഇൻകം ടാക്സ് എക്സെപ്ഷൻ കിട്ടാൻ എലിജിബിലിറ്റി ഉണ്ടാവും. സ്റ്റാർട്ടപ്പായിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഈ സ്ഥാപനങ്ങൾക്ക് 9 ലേബർ ലോസിനും 3 എൻവയോൺമെൻറ്റൽ ലോസിനും സെൽഫ് സർട്ടിഫിക്കേഷൻ മതി. സിഡ്ബി മുഖാന്തരം അവർക്ക് ഗവൺമെൻറ് ഫണ്ടിങ്ങിന് ആക്സസ് കിട്ടുന്നുണ്ട്. ഈ സ്റ്റാർട്ടപ്സ് പേറ്റൻറ്റുകൾക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഗവൺമെൻറ് ഫീസ് കുറവായിരിക്കും. പബ്ലിക് പ്രൊക്യൂർമെൻറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിലും അവർക്കൊരു പ്രയോറിറ്റി കിട്ടും. ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്, ഒരു സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ എന്നുള്ളത് ഒരു ബിസിനസ് രജിസ്ട്രേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. ബിസിനസ്സായിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ആ ഒരു സ്ഥാപനത്തിന് ഒരു സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്.
പിന്നെ ബാങ്കുകൾ അല്ലെങ്കിൽ ഏഞ്ചൽ നിക്ഷേപകർ അല്ലെങ്കിൽ സർക്കാർ ഗ്രാന്റുകളൊക്കെ എത്രത്തോളമാണ് നമ്മുടെ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് ധനസഹായം നൽകുന്നത്? നേരത്തെ സാർ ഒരുപാട് പറഞ്ഞു, അതിനൊപ്പം തന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് ചേർക്കാനുണ്ടോ? ഞാൻ കുറച്ച് മുമ്പ് തന്നെ ബാങ്കുകളുടെ ഫെസിലിറ്റീസ് ആയിട്ടുള്ള കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ സഹായവും CGTMSയെ കുറിച്ചും പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ബാങ്കുകൾക്ക് 10 ലക്ഷം രൂപ വരെ മുദ്രാ ലോൺ എന്നുള്ളൊരു ഫെസിലിറ്റിയിൽ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ ലോൺ കൊടുക്കാം. അടുത്ത ചോദ്യത്തിൻ്റെ ഭാഗം എന്നുള്ളത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചാണ്. ഈ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് മുതലായവ ഒരു സ്ഥാപനത്തിൽ അങ്ങനെ വെറുതെ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അതായത് ഒരു ബിസിനസ്സിന് ഒരു ട്രാക്ഷൻ അല്ലെങ്കിൽ ബിസിനസ് ഒരു പോയിന്റ് വരെ എത്തിയാലേ ശരിക്കും ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫേം അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. അവർ ബിസിനസ്സിൽ നോക്കുന്നതെന്നുള്ളത് ഈ ബിസിനസ്സിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം ഓഫ് എംപ്ലോയീസ് ഉണ്ടോ, ഈ ബിസിനസ്സിന് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ, ഈ കസ്റ്റമേഴ്സ് അല്ലെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഈ ബിസിനസ് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ. കേരളത്തിലെ തന്നെ പ്രമുഖ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സാണ് കേരള ഏഞ്ചൽ നെറ്റ്വർക്ക്, മലബാർ ഏഞ്ചൽസ് മുതലായവ. ഇനിയും കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഗ്രാൻറ്റുകളെ കുറിച്ച് പറയാനാണെങ്കിൽ സ്റ്റാർട്ടപ്സിന് പലവിധ ഗ്രാൻറ്റുകളുണ്ട്. അതായത് ഐഡിയ ഗ്രാൻറ്റ്, ഐഡിയ ഡെവലപ്പ് ചെയ്യുന്ന ഏർലി സ്റ്റേജ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സിന് 3 ലക്ഷം വരെ. പ്രോഡക്റ്റൈസേഷൻ ഗ്രാൻഡ് എന്നുള്ളത് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റാർട്ടപ്സിന് 7 മുതൽ 12 ലക്ഷം വരെ ഗ്രാൻഡ്സും. അതേപോലെ സ്റ്റാർട്ടപ്സിന് കൂടുതൽ സെയിൽസിനും കൂടുതൽ കസ്റ്റമേഴ്സിലോട്ട് എത്താനായിട്ട് മാർക്കറ്റ് ആക്സിലറേഷൻ ഗ്രാൻഡ്, പിന്നെ ഇന്നൊവേഷൻ ഗ്രാൻഡ് 30 ലക്ഷം രൂപ വരെ കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞതെല്ലാം കേരള സർക്കാരിന് കീഴിലുള്ളതാണ്. ഇനി സെൻട്രൽ ഗവൺമെൻറ് കീഴിലാണെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം എന്നുള്ള 20 ലക്ഷം വരെ ഗ്രാൻഡായിട്ടും അതേപോലെ ഇൻക്യുബേറ്റേഴ്സ് മുഖാന്തരം 50 ലക്ഷം വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രാൻഡ് ഉണ്ട്. ഇപ്പോൾ ഏതൊരു ബിസിനസ് തുടങ്ങുന്ന ഒരാൾക്കും ഉള്ള ഒരു സംശയം, കൂടുതലും പരാജയ ഭീതിയാണല്ലോ നമ്മളെ ബിസിനസ്സിലേക്ക് പോകാൻ തടുക്കുന്ന ഒരു ഫാക്ടർ. അങ്ങനെയുള്ള ഒരു പേടി സംരംഭകരിൽ എത്രത്തോളം മാറ്റാൻ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ മാറിയതനുസരിച്ചിട്ട് എത്രത്തോളം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാജയ ഭീതി ഇപ്പോഴും ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പരാജയ ഭീതിയാണോ ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത്? പരാജയ ഭീതിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ സമൂഹം ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് സ്വയം ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു 10 അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പ് ആണെങ്കിൽ പുതുതായിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ അവരൊരു കരിയർ ഓപ്ഷനായിട്ട് ഒരു ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ സംരംഭത്വം അത്ര ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നും പിന്നെയും കുറച്ചുകൂടെ നല്ല രീതിയിൽ മാറ്റങ്ങളുണ്ട്. ഈ മാറ്റം വരാൻ ഞാൻ ഒരു 3 കാരണങ്ങളാണ് മെയിനായിട്ട് നോക്കിക്കാണുന്നത്. ഒന്നെന്നുള്ളത് സിനിമയിലും അതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ ഈ ഓൺട്രപ്രണർഷിപ്പ് ഈ ഒരു കൾച്ചറിനെ വളരെയധികം ഒന്ന് ഗ്ലാമറൈസ് ചെയ്യുന്നത്. രണ്ടെന്നുള്ളത് ഒരു തലമുറ മാറ്റം വന്നപ്പം പുതിയ തലമുറയിലുള്ള പേരൻസ് അവരുടെ മക്കൾ സംരംഭകത്വം അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു റെസിസ്റ്റൻസ് കാണിക്കാത്തത്. മൂന്നെന്നുള്ളത് നമ്മുടെ സർക്കാരുകളാണെങ്കിലും സ്റ്റാർട്ടപ്സിനെയും ഈ ഒരു വാല്യൂ ക്രിയേഷൻ സിസ്റ്റത്തിനെയും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ അല്ലെങ്കിൽ ഈ ഒരു പരാജയ ഭീതി എന്നുള്ളത് അത് ആളുകളുടെ മൈൻഡ് സെറ്റിലുള്ളത് തന്നെയാണ്. എനിക്ക് തോന്നുന്നതെന്നുള്ളത് സ്കൂൾ അല്ലെങ്കിൽ കോളേജ് തലത്തിൽ തന്നെ ഒരു പ്രോപ്പറായിട്ടൊരു ബോധവൽക്കരണം, അതായത് റിസ്ക് എടുക്കുന്നവരെ കൂടുതൽ അഭിനന്ദിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പിനെയും ഈ ഒരു സംരംഭകത്തെയും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ബിസിനസ് ചെയ്യുന്നവരെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ജഡ്ജ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു. അതായത് ബിസിനസ് ചെയ്യുന്നവർ കുറച്ചുകൂടെ ഒരു ഷ്രൂഡായിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അവർ എന്തും നോക്കാതെ ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെയുള്ള ഒരു ചിന്ത സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ പണ്ടുണ്ടായിരുന്നു. അത് കാലക്രമേണ അതിൽ മൊത്തത്തിലൊരു മാറ്റം വരത്തുള്ളൂ. ഇപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരാണെങ്കിലും പല പല ഐഡിയാസിൽ നിന്നാണല്ലോ വലിയ ബിസിനസ് ഉണ്ടായി വരുന്നത്. ഐഡിയ ഉണ്ട്, പക്ഷേ ഈ ഒരു സ്റ്റാർട്ടിങ് ട്രബിളുള്ള ആളുകൾക്ക് സാറിന് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ്? കാരണം ഒരുപാട് നാളായിട്ട് ഒരു ഐഡിയയുമായി ഇങ്ങനെ നടക്കുന്നുണ്ട്, പക്ഷേ ഇത് മുന്നോട്ട് അല്ല ഒരു തീരുമാനത്തിലെത്താതെ ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവരോട് പറയാനുള്ള ഒരു ഉപദേശം എന്താണ്? വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ബിസിനസ് ഒരു ആശയം ആദ്യം ഒരാൾക്കുണ്ടെങ്കിൽ ആ ഒരു ഐഡിയ വാലിഡേഷൻ, അതായത് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടോ എന്ന് ആദ്യം തന്നെ അറിയുക. ആ ഒരു ഐഡിയ വാലിഡേഷനായിട്ട് ഒരു മാർക്കറ്റ് റിസർച്ച് നടത്താം, അല്ലെങ്കിൽ മെൻറ്റേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ആശയത്തിന് മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ഉണ്ട് എന്ന് ആദ്യം ഉറപ്പുവരുത്തുക. അതിന് ശേഷമേ ഒരു സംരംഭത്തിലോട്ട് ഇറങ്ങി തിരിച്ചിട്ട് കാര്യമുള്ളൂ. ആദ്യം തന്നെ വേണ്ടെന്നുള്ളത് നമ്മുടെ ഐഡിയ മാർക്കറ്റിൽ ഒരു ബിസിനസ് ആക്കുകയാണെങ്കിൽ അത് ആളുകൾ മേടിക്കുമോ, അവിടെ ഒരു കൊമേഴ്ഷ്യൽ പോസിബിലിറ്റി ഉണ്ടോ, ഇത് ആദ്യം തന്നെ നിശ്ചയിക്കുക. ഇത് നിശ്ചയിച്ച് കഴിഞ്ഞ് ഒരാൾ
ഒരു ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണർ, അതായത് ഒരു ബാക്കിങ്ങോ അങ്ങനെ ഒന്നുമില്ലാതെ ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് മൾട്ടിപ്പിൾ റോൾസ് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തന്നെ ചെയ്യേണ്ടി വരും. അയാൾക്ക് തന്നെ അക്കൗണ്ട്സ് നോക്കേണ്ടി വരും, അയാൾക്ക് തന്നെ മാർക്കറ്റിംഗ് ചെയ്യേണ്ടി വരും, അയാൾക്ക് തന്നെ സെയിൽസ് ചെയ്യേണ്ടി വരും, ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് അയാൾക്ക് ചെയ്യേണ്ടി വരും. ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്റ്റേജാണ്. ഈ ഒരു സ്റ്റേജ് സക്സസ്ഫുള്ളായിട്ട് ഒന്ന് കഴിയുകയാണെങ്കിൽ അടുത്തത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യണം. ബിസിനസ്സിൻ്റെ അടുത്ത ഒരു സ്റ്റേജിൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയില്ല. നമ്മളെക്കാട്ടിലും മിടുക്കരായിട്ടുള്ള ആളുകളെ തന്നെ നമ്മുടെ കൂടെ നിർത്താൻ നോക്കുക. നല്ല ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യുക. നാലാമത്തെ എന്നുള്ളത്, വൺസ് ഈ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആയിരിക്കും സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അതായത് ഒരു ഫൗണ്ടർ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബിസിനസ് അതേപോലെ നടക്കണം. അതിന് ടീം മാത്രം പോരാ, ബിസിനസ്സിൽ സിസ്റ്റംസും വേണം. അതായത് പുതിയതായിട്ട് ഒരാൾ വരികയാണെങ്കിൽ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്, ഇതെല്ലാം റിട്ടൺ ആയിട്ട് ഇതിനെല്ലാം ഒരു പ്രോപ്പർ സിസ്റ്റംസ് ഉണ്ടായിരിക്കണം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ അടുത്ത് ഈ ഒരു 4 സ്റ്റേജിലും അവർ ഏറ്റവും എഫിഷ്യൻ്റായി കണ്ണും കാതും കൂർപ്പിച്ച് സക്സസ്ഫുള്ളായിട്ട്, അതായത് ഒരു പ്രോപ്പർ ഒരു സിസ്റ്റം ഡ്രിവൺ ബിസിനസ് ആക്കുന്നത് വരെ ഒരു ഫൗണ്ടറുടെ മേൽനോട്ടം ഉണ്ടായിരിക്കണം. ഇത് കേൾക്കുന്നവര് ഇതുപോലെ മാർക്കറ്റിന് ആവശ്യമായിട്ടുള്ള ആശയമാണ് കയ്യിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ് രംഗത്തേക്ക് കടന്ന് വരുമെന്ന് തന്നെ കരുതാം. അടുത്ത ഒരു 5-10 വർഷത്തിനുള്ളിൽ ഈ സംരംഭകത്വത്തിന്റെ ഒരു ഭാവി, അല്ലെങ്കിൽ ഈ ബിസിനസ് ഐഡിയയുമായിട്ട് മുന്നോട്ട് വരുന്നവരുടെ ഒരു ഭാവി എങ്ങനെയാണ് സാറ് നോക്കിക്കാണുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആണ്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും അതേപോലെ തിരുവനന്തപുരത്തിൻ്റെയും ഭാവി നല്ലൊരു കുതിപ്പിലോട്ട് പോവുകയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ കേരള സർക്കാരാണെങ്കിലും ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ടൊക്കെ മാറി വന്നിരുന്ന സർക്കാരുകളെല്ലാം വളരെ മികച്ച രീതിയിലാണ് സ്റ്റാർട്ടപ്സിന് സപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ സപ്പോർട്ടുകൾ, അതേപോലെ ഇപ്പോൾ വരുന്ന IT പാർക്കുകൾ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സപ്പോർട്ട്സ്, ഇതെല്ലാം നമ്മുടെ കേരളത്തിലെ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ വരുന്ന IT പാർക്കുകൾ, ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ടെക്നോ പാർക്കാവട്ടെ, കൊച്ചിയിലെ ഇൻഫോ പാർക്കാവട്ടെ, കോഴിക്കോട്ടെ സൈബർ പാർക്കാവട്ടെ, ഇങ്ങനെയുള്ള IT പാർക്കുകളും ഭാവിയിൽ കൂടുതൽ ഒരു ടയർ 2, ടയർ 3 സിറ്റീസിലും ഡെവലപ്പ് ആവണം. ഇങ്ങനെയുള്ള IT പാർക്സൊക്കെ ഡെവലപ്പ് ആകുമ്പോൾ അതിൻ്റെ ഒരു റിപ്പിൾ എഫക്റ്റാണ്. അങ്ങനെയുള്ള ഒരു IT പാർക്ക് ഒരു സ്ഥലത്ത് വരികയാണെങ്കിൽ ആ ഒരു സ്ഥലത്തിൽ കൂടുതൽ കൊമേഴ്ഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടുതൽ നടക്കാനുള്ള സാധ്യത വരികയാണ്. ട്രിവാൻഡ്രത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിഴിഞ്ഞം പോർട്ട് വരികയാണ്. കൂടുതൽ കാർഗോ ഷിപ്സും കാര്യങ്ങളും ഇവിടെ വരുമ്പോൾ കൂടുതൽ ബിസിനസ്സും ആനുപാതികമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുകയും അതിൻ്റെ ഒരു ഗുണം എല്ലാ തരത്തിലുള്ള സംരംഭകർക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ എല്ലാവർക്കും ബിസിനസ് മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രചോദനം കിട്ടിക്കാണും. ഇത്രയും തിരക്കേറിയ ഷെഡ്യൂളിനിടയിലും നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നതിന് പ്രത്യേകം നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് കമ്പനി സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന സന്ദീപ് ജയചന്ദ്രനുമായി സെവിൽ ജഹാൻ നടത്തിയ അഭിമുഖം. നിർവഹണ സഹായം സുനിത ആനന്ദ്. തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.